Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫിനിഷ് ചെയ്ത കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. യൂണിവേഴ്സിറ്റി ആദ്യമായി ഗ്രാജുവേഷൻ സെറമണി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. കോൺവൊക്കേഷൻ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ സാധാരണയായിട്ട് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ഡിഗ്രി കഴിഞ്ഞാലും മാസ്റ്റേഴ്സ് കഴിഞ്ഞാലും നമുക്ക് കോൺവൊക്കേഷൻ കാണാൻ സാധിക്കും. തലയിൽ ക്യാപ്പൊക്കെ വെച്ച് വളരെ വലിയൊരു ഇവൻ്റാണത്. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന PhDക്കൊക്കെ മാത്രമാണ് അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുള്ളൂ. ദെൻ ഇപ്പോൾ ഓട്ടോണമസ് കോളേജസ് ഒക്കെ ചെയ്തു വരാറുണ്ട്. ബട്ട് നമ്മുടെ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ടാണ് ഈ ഒരു ചുവടുവയ്പ്പ്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് കുട്ടികളുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനും ഇത് പറ്റുമോ. അപ്പോൾ റെഗുലറായിട്ട് പഠിച്ച കുട്ടിയാണെങ്കിലും ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച കുട്ടിയാണെങ്കിലും എല്ലാവർക്കും പോസിബിളാണ്. ഡിഗ്രി പാസ്സായിരിക്കണം. സോ അതിൻ്റെ എലിജിബിലിറ്റി മറ്റ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഇത് നടത്തുന്നത്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ഡിഗ്രി BCom BBA സ്റ്റുഡൻസിന് MCom MBA സ്റ്റുഡൻസിനൊക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന എല്ലാ കോഴ്സസിനും നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിലെ കോച്ചിങ് ആക്സസ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. 2021-2022 അക്കാദമിക വർഷത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ അഫിലിയേറ്റഡ് കോളേജുകളിലും വിദൂര വിദ്യാഭ്യാസ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴിയും വിവിധ UG കോഴ്സുകളിൽ അഡ്മിഷൻ എടുത്തതും 2024 കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചതുമായ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് 22/5/2024 മുതൽ 31/5/2024 വരെ സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് 31 ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ കോൺവൊക്കേഷന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ താഴെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. നമ്പർ 1, വിവിധ UG കോഴ്സുകളിൽ 2021 അഡ്മിഷൻ എടുക്കുകയും 2024 കോഴ്സ് വിജയകരമായി പൂർത്തീകരിച്ചതുമായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രസ്തുത ചടങ്ങിൽ രജിസ്ട്രേഷന് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ 2021 അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. പാസ്സാവണം. നമ്പർ 2, നിലവിൽ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച് ഫലം കാത്തു നിൽക്കുന്നവരും കൂടാതെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രസ്തുത ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റിന് റിവാലുവേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിബിൾ അല്ല ഇതിലേക്ക് പങ്കെടുക്കാൻ. നമ്പർ 3, കൂടാതെ ഇനി വരുന്ന പരീക്ഷകളിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളും ഏതെങ്കിലും വിഭാഗത്തിൽ ഗ്രേസ് മാർക്ക് ചേർക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളും ഈ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ നടത്തുവാൻ പാടുള്ളതല്ല. അപ്പോൾ നമുക്കിനി മാർക്ക് ഇനി വീണം അങ്ങനെ ഗ്രേസ് മാർക്കും ഇതൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും പോസിബിൾ അല്ല. നമ്പർ 4, ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റുകൾ ഉടനടി തയ്യാറാക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പ്രത്യേക സംവിധാനത്തിൽ വളരെ വേഗത്തിൽ തയ്യാറാക്കി നൽകുന്നതിനാൽ പ്രസ്തുത സേവനത്തിന് വിദ്യാർത്ഥികൾ 2000 രൂപ ഫീസ് അടയ്ക്കേണ്ടതാണ്. അപ്പോൾ 2000 rupees നിങ്ങൾ പേ ചെയ്യണം. നമ്പർ 5, സർവകലാശാലയുടെ ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള ലിങ്ക് വഴി ലിങ്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിന് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോവുക, ഓൺലൈൻ സർട്ടിഫിക്കറ്റ് പോർട്ടലിലേക്ക് പോവുക, ഡിഗ്രി സർട്ടിഫിക്കറ്റിലേക്ക് പോവുക, ഗ്രാജുവേഷൻ സെറമണി എടുക്കുക. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. യഥാസമയം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 31/5/2024 ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. നമ്പർ 6, രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം ലഭ്യമാകുന്ന ഫോമിൻ്റെ പകർപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതില്ല.
ബിരുദദാന ചടങ്ങിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. തീയതി 2024 ജൂൺ അവസാന വാരം. സ്ഥലം വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുടെ പരിധിയിൽപ്പെടുന്ന പരമാവധി 5 കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തപ്പെടും. മിക്കതും 5 ഡിസ്ട്രിക്റ്റിലാവാൻ സാധ്യതയുണ്ട്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ചടങ്ങിൻ്റെ തീയതി, സ്ഥലം, സമയം എന്നിവ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ആയത് SMS, ഇമെയിൽ മുഖേന ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ അറിയിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ പറയുന്ന ഫോൺ നമ്പറുണ്ട് 0494240739 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഗ്രാജുവേഷൻ സെറിമണീനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ഗ്രാജുവേഷൻ സെറിമണിയിൽ പങ്കെടുക്കുക. വളരെ ഒരു മൊമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.